ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? ഇറക്കുമതി ചെയ്തോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ കൃത്രിമ നിറങ്ങളോ ഫ്ലേവറോ ചേർത്ത് വിദേശ മദ്യം തയ്യാറാക്കുന്നത് പ്രക്രിയ. ഏതാണ് ആ പ്രക്രിയ? എന്താണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി കോമ്പൗണ്ടിങ്. രണ്ടാമത്തെ ചോദ്യം, സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ എന്ത്? സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? ഏതാണ്? ഓപ്ഷൻ സി റെഡ്യൂസിങ്. എന്താണ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏത്? ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമായ സ്പിരിറ്റിന്റെ കൃത്രിമ നിറങ്ങളോ അല്ലെങ്കിൽ ഫ്ലേവറോ ഒക്കെ ചേർത്ത് വിദേശ മദ്യം തയ്യാറാക്കുന്ന പ്രക്രിയയാണ് എന്ത്? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ENA എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? എല്ലാവർക്കും അറിയില്ലേ ENA? PYQ ചോദ്യമാണ്, കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ENAന്റെ ഭാഗത്തുനിന്ന് ഫുൾ ഫോമും അതിന്റെ ഫോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ENAന്റെ ഫുൾ ഫോം എന്താണ്? ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓപ്ഷൻ ബി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ്. നാലാമത്തെ ചോദ്യം, ENA ഇറക്കുമതി ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ഫോറം 4A ആണ്. അഞ്ചാമത്തെ ചോദ്യം, ENA ഇറക്കുമതി ഫീസ് നിശ്ചയിക്കുന്ന അധികാരിയായിരിക്കുന്നത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി എക്സൈസ് കമ്മീഷണർ. എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ENAനെ കുറിച്ച്? ENAന്റെ ഫോറം ഏതാണ്? ENAന്റെ ഫോറം ഏതാണ്? 4A ആണ്. ആരാണ് ഈ ഫീസ് നിശ്ചയിക്കുന്നത്? അത് എക്സൈസ് കമ്മീഷണർ ആണ്. ENAന്റെ ഫുൾ ഫോം എന്താ? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ്. ആറാമത്തെ ചോദ്യം, ENA ഇറക്കുമതി ചെയ്യാൻ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എത്ര രൂപയാണ്? എത്രയാണ്? ഓപ്ഷൻ സി 10,000 രൂപ. ഓപ്ഷൻ സി 10,000 രൂപ. ഏഴാമത്തെ ചോദ്യം, ഗേജിംഗ് എന്നത് എന്താണ്? എന്താണ് അളക്കുന്നത്? എന്താണ്? മണ്ണിന്റെ അളവാണോ? സ്പിരിറ്റിന്റെ ശക്തിയും അളവും? ജലത്തിന്റെ നിറമാണോ? വായുവിന്റെ ഭാരമാണോ? ഷുവറായിട്ടും ഉത്തരം ബി ആയിരിക്കും. സ്പിരിറ്റിന്റെ ശക്തിയും അളവും. എട്ടാമത്തെ ചോദ്യം, ഈഥെയ്ൻ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം എന്ത്? ഈഥെയ്ൻ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം എന്താണ്? ഏതാണ്? ഓപ്ഷൻ ബി C2H5OH. C2H5OH ആണ് ഈഥെയ്ൻ ആൽക്കഹോളിന്റെ സമവാക്യം. C2H5OH. ഒമ്പതാമത്തെ ചോദ്യം, പ്രൂഫ് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ് പ്രൂഫ് സൂചിപ്പിക്കുന്നത്? പ്രൂഫ് സൂചിപ്പിക്കുന്നത് മദ്യത്തിലെ ആൽക്കഹോളിന്റെ അളവ് അല്ലേ. ഓപ്ഷൻ സി മദ്യത്തിലെ ആൽക്കഹോളിന്റെ അളവാണ് പ്രൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്താമത്തെ ചോദ്യം, പ്രൂഫ് വാല്യൂ എങ്ങനെ നിർവചിക്കുന്നു? എങ്ങനെയാണ്? ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇൻറ്റു 2. ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇൻറ്റു 2 ആണ് പ്രൂഫ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഓപ്ഷൻ ബി പ്രൂഫ് വാല്യൂ എത്രയാണ്? ആൽക്കഹോളിന്റെ പെർസെൻറ്റേജ് ഇൻറ്റു 2. ഓക്കെ അല്ലേ. അപ്പോൾ 100 പ്രൂഫ് വാല്യൂ ഉള്ളതിൽ ആൽക്കഹോളിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 50% ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ 60% ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളത് പ്രൂഫ് വാല്യൂ എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ. ഇത്രയേ ഉള്ളൂ. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്. ഏതാണ്? മനുഷ്യർ മധുരപലഹാരമായി ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഒരു സിറപ്പാണ് മൊളാസസ്. ചതച്ച കരിമ്പിൽ നിന്നോ ഷുഗർ ബീറ്റിൽ നിന്നോ മൊളാസസ് ഉൽപ്പാദിപ്പിക്കുന്നു. മൊളാസിന്റെ നിറം കടും നീല നിറമാണ്. ഓപ്ഷൻ ഡിയും എയും ബിയും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ആണ് ശരിയായ പ്രസ്താവന. എന്താണ് സി തെറ്റാണ് കാരണം? മൊളാസസിന്റെ നിറം കടും നീല നിറമാണോ? അല്ല, കടും തവിട്ട് നിറമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. 12ാമത്തെ ചോദ്യം, മൊളാസസിന്റെ ഡിസ്റ്റിലറിയിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്താണ്? പൈപ്പുകളുടെ നിറം എന്താണ്?
നീല നിറമാണ്. ഓപ്ഷൻ ബി നീല നിറമാണ്. 13ാമത്തെ ചോദ്യം പ്രൂഫ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. പ്രൂഫ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എഥനോൾ, വെള്ളം എന്നിവയുടെ മിശ്രിതമാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ, ശരിയാണ്. എന്നിവയുടെ മിശ്രം, എഥനോളും വെള്ളത്തിന്റെയും മിശ്രിതമാണ് എന്ത്, പ്രൂഫ് സ്പിരിറ്റ്. അതുപോലെ തന്നെ ലണ്ടൻ പ്രൂഫ് എന്ന പേരിലും അറിയപ്പെടുന്നു. ലണ്ടൻ പ്രൂഫ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു, അതും ശരിയാണ്. 1 ലിറ്റർ ഓഫ് ആൽക്കഹോളിൽ എത്ര പ്രൂഫ് സ്പിരിറ്റ് ഉണ്ടായിരിക്കും? എത്ര ലിറ്റർ പ്രൂഫ് സ്പിരിറ്റ് ഉണ്ടായിരിക്കും? ഇത്രയാണ് 1.75 ലിറ്റർ ഓഫ് പ്രൂഫ് സ്പിരിറ്റ് ആണ് 1 ലിറ്റർ ആൽക്കഹോളിൽ ഉള്ളത്. അതുകൊണ്ട് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നാണ് കറക്റ്റായ ആൻസർ. 14ാമത്തെ ചോദ്യം എക്സൈസ് ടിക്കറ്റ് ലോക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മദ്യം സൂക്ഷിക്കുന്ന വെസൽസ് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് എക്സൈസ് ടിക്കറ്റ് ലോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ചോദ്യം വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി 1982 വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്ന വർഷം. വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്ന ജില്ല ഏതാണ് ചോദ്യം വരും. ഏതാണ്? അത് എറണാകുളം ജില്ലയാണ്. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം വിഷമദ്യ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? എഥനോൾ ആണോ, മെഥനോൾ ചേർക്കലാണോ, വെള്ളം ചേർക്കലാണോ, പഞ്ചസാര ചേർക്കലാണോ? അവസാന 2 ഓപ്ഷൻസ് എന്തായാലും ആയിരിക്കില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മെഥനോൾ ചേർക്കൽ ആണ്. 17ാമത്തെ ചോദ്യം വാളയാർ മദ്യദുരന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത്? വാളയാർ മദ്യദുരന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2020 സംഭവം. പാലക്കാട് ജില്ലയിലാണ്, അതും ശരി. മെഥനോൾ ആണ് പ്രധാന കാരണം, അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 18ാമത്തെ ചോദ്യം കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL എന്നാണല്ലോ പറയാ. എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5 ആണ്. 37.5 ആണ്. ഓക്കെയാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി 95% ഈഥെയ്ൻ ആൽക്കഹോളും 0.5% വെള്ളവും ചേർത്തതിനാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. സ്പിരിറ്റ് കുടിക്കാൻ യോഗ്യമല്ലാതാക്കി മാറ്റുന്നതിനായിട്ട് ഡീനാച്ചുറിങ് ചേർക്കുന്ന വസ്തു ഏതാണ്? ക്രൂഡ് പിരീഡിൻ. PYQ ചോദ്യമാണ്, ശ്രദ്ധിക്കണം. 20ാമത്തെ ചോദ്യം സ്പിരിറ്റ് കുടിക്കാൻ യോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് ചേർക്കുന്ന വസ്തു എന്താണ്? ക്രൂഡ് പിരീഡിൻ. 21ാമത്തെ ചോദ്യം മീഥെയ്ൻ ആൽക്കഹോളിന്റെ ശരിയായ രാസസൂത്രവാക്യം ഏതാണ്? ഓപ്ഷൻ എ CH3OH. മീഥെയ്ൻ ആൽക്കഹോളിന്റെ ശരിയായ രാസസൂത്രവാക്യം CH3OH ആണ്. എന്ന് നമ്മൾ ഈഥെയ്ൻ ആൽക്കഹോളിന്റെ പറഞ്ഞില്ലേ, ഏതാണ്? ഈഥെയ്ൻ ആൽക്കഹോളിന്റെ സമവാക്യം C2H5OH. മീഥെയ്ൻ ആൽക്കഹോൾ ആണെങ്കിൽ CH3OH. ഓക്കെയാണോ? അപ്പോൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസിലെ 21 ചോദ്യങ്ങളും നല്ല അടിപൊളി 21 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മോഡ്യൂളായിട്ട് വരാം.